2023 ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. അഡ്വക്കേറ്റ് ജോഷി മണിമലയുടെ ആശയമായിരുന്നു ഫോക്ക്. അന്നു മുതൽ ജോഷി മണിമലയാണ് കൂട്ടായ്മയുടെ പ്രസിഡന്റ്. തുടർന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കൂട്ടായ്മ വളർന്നു. 100 കണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫോക്കിന്റെ നേതൃത്വത്തിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേഴ്സണൽ സ്റ്റാഫായി നിയമിതനായ ജോഷി മണിമല ഫോക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വന്നിരുന്നു. ഈ സമയത്താണ് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ജോഷി തീരുമാനമെടുത്തത്. കട്ടപ്പന റോട്ടറി ക്ലബ് ഓഫ് ഹെറിറ്റേജ് ഹാളിൽ നടന്ന ഫോക്ക് യാത്രയപ്പ് സമ്മേളനത്തിൽ രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, കെ വി വിശ്വനാഥൻ, കൗൺസിലർ സിജോമോൻ ജോസ്, കാർട്ടൂണിസ്റ്റ് സജി ദാസ് മോഹൻ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിജി ജോസഫ്, ഫോക്ക് വർക്കിംഗ് പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, എസ് സൂര്യലാൽ, ടോമി ആനക്കാമുണ്ടയിൽ, രജീഷ് ടി ആർ, ജോസൻ കെ ജോസ്, സൈജോ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിക്കുകയും ഫോക്കിന്റെ ഉപകാരം നൽകുകയും ചെയ്തു. തുടർന്ന് ജോഷി മണിമല മറുപടി പ്രസംഗം നടത്തി. ഇന്ന് ഈ നാളിലൂടെ ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഞാൻ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകളാണ് കൂടിയുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയെ പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും അതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ ത്രെഡ് ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ. അതിനുശേഷം ഈ കൂട്ടായ്മ, കാരണം നമ്മളൊരാളൊരു അഭിപ്രായം പറയുമ്പോൾ അതേപോലെ കാരണം ചിന്തിക്കുന്നവർക്ക് മറ്റ് അഭിപ്രായം ഉണ്ടാകും. എങ്കിൽ പോലും അതിന് കോമൺ അഭിപ്രായം എടുത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സിലാക്കിയ കുറേ ആളുകൾ ആ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന സത്യത്തിൽ തുടങ്ങിയത് ഒരു ചാരിറ്റി സംഘടനയായിട്ടൊന്നുമല്ല ആലോചിച്ചിരുന്നത്. ഇത് തുടങ്ങുന്നത് ആദ്യം നമ്മുടെ ദിവസം പറഞ്ഞ സച്ചിൻ്റെ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കട്ടപ്പനയിൽ സെൻറ്റർ വേണമെന്ന് പറഞ്ഞ് ഒപ്പുശേഖരണം നടത്താനായിട്ടാണ് ആരംഭിച്ചത്. അന്നും കട്ടപ്പനയുടെ ഡെവലപ്മെന്റ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരു സൗഹൃദ കൂട്ടായ്മ, മറ്റൊരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ഇതൊക്കെ ആയിരുന്നു മനസ്സിലായിരുന്നു. എന്നാൽ ദൈവം ഒരു നിമിത്തമായി നമ്മളെ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രൂപീകരിച്ച് ഒരു 3 മാസത്തിന് ശേഷമാണ് എനിക്ക് കോള് വരുന്നത്. കോട്ടഞ്ചേരി മെഡിക്കൽ കോളേജിന് പുറത്തു നിന്ന് സോമഗിരി സ്വദേശിയായ 6 മാസം പ്രായമുള്ള മെയ്മോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു പണം പോലില്ലാത്തവരാണ്, കൂലിപ്പണിക്കാരാണ്. ആ പെൺകുട്ടിക്ക് ഒരു വലിയ ഗുരുതര രോഗം വന്നു. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് 1,70,000 രൂപ കെട്ടിവെച്ചാൽ നമുക്കൊന്ന് ഭാഗ്യം പരീക്ഷിക്കാം. ഒരു 30% 20% സാധ്യതയുണ്ട്. ആ പൈസ കെട്ടിവെച്ചാൽ ഒരു പക്ഷേ ഒരു 20% സാധ്യത ജീവിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ആ പൈസ കെട്ടിവെക്കാനില്ലായിരുന്നു. അപ്പം എങ്ങനെയാണെങ്കിലും ആ പൈസ കെട്ടിവെച്ചാൽ അങ്ങനെ ഒരു 20% സാധ്യത ഉണ്ടെങ്കിൽ അത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം നിമിഷത്തിലാണ് ആ കോടതി വിളിക്ക് വരുന്നത്. അന്നാണ് ശരിക്കും നമ്മൾ ചാരിറ്റിയിലേക്ക് മാറുന്നത്. ആ കുഞ്ഞിൻ്റെ സർജറിക്ക് വേണ്ടി നമ്മൾ വിളിച്ച് അന്നേരം തന്നെ ആളുകൾ പണം വിട്ട് തന്നു തുടങ്ങി. ആ സർജറി നമുക്ക് നടത്താൻ കഴിഞ്ഞു. എന്തോ ദൈവനിശ്ചയപ്രകാരം ആ കുഞ്ഞ് ജീവിച്ചിരുന്നില്ല. സർജറി കഴിഞ്ഞ് മരിച്ചു. ഞങ്ങൾ ആ വീട്ടിൽ പോകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളെ കൂടുതൽ ഞങ്ങളെ കെട്ടിപ്പിടിച്ചാണ് മാതാപിതാക്കളുണ്ടായിരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG UKG പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.